ചെന്നലോട് ഊട്ടുപാറ റോഡ് നിർമ്മാണം 2 വർഷം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൊടുവള്ളിയിലെ ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റെനീഷ്, തരിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീം പാറക്കണ്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CRIF ഫണ്ടിൽ 15 കോടി രൂപ ചിലവഴിച്ച് പ്രവൃത്തി ആരംഭിച്ച് 1.5 വർഷമായിട്ടും പ്രവൃത്തികൾ ഒന്നും നടക്കുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. വെണ്ണിയോട് ജലനിധി പമ്പ് ഹൗസ് മുതൽ കരിഞ്ഞക്കുന്ന് അങ്കണവാടി വരെ 4 സ്ഥലങ്ങൾ ഇടിഞ്ഞ് റോഡ് തന്നെ പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും നിരവധി പരാതികൾ നൽകുകയുണ്ടായി. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിലെ കെടുകാര്യസ്ഥത മൂലം ഇപ്പോഴും പുഴയരികിൽ നിർമ്മിക്കേണ്ട സംരക്ഷണ ഭിത്തിയുടെ ഡിസൈനിങ് പോലും നടന്നിട്ടില്ല. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ പ്രവൃത്തി കൃത്യതയോടെ പൂർത്തീകരിക്കാൻ ഇടപെടുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം. വൈപ്പടി ജംഗ്ഷൻ മുതൽ തരിയോട് പഞ്ചായത്തിലെ ചെന്നലോട് വരെയുള്ള ഭാഗത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തിയും നടത്തിയിട്ടില്ല. ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ റോഡ് കട്ടിങ്ങിന് പല തവണകളിലായി 15,81,914 രൂപ PWD അടവാക്കിയെങ്കിലും നാളിതുവരെ മേൽഭാഗങ്ങളിലെ പാച്ച് അടയ്ക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഈ കാര്യം നിരവധി തവണ നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചതാണ്. എന്നാൽ ഇതിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ബോളാർ പാക്കിങ്ങിനായി ഇറക്കിയിരുന്ന നെറ്റ് പോലും കരാറുകാരൻ നാട്ടുകാർ അറിയാതെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി കയറ്റിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. 12 മീറ്റർ വീതിയുള്ള റോഡിൽ 5 മീറ്റർ ടാറിംഗ് 1ാം ഘട്ടമാണ് പൂർത്തീകരിച്ചത്. പല ഭാഗങ്ങളിലും ടാറിങ്ങിനോട് ചേർന്ന് KSEB പോസ്റ്റുകൾ അപകടകരമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനായി KSEB എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും ഇതുവരെ തുക അടയ്ക്കാനായിട്ടില്ല. മേൽ വിഷയവും നിരവധി തവണ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ ഇതിനും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. റോഡ് പൂർണ്ണമായും തകർന്നു. എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു കരാറുകാരനെ സഹായിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് നാട്ടുകാരും സംശയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിപ്രാധാന്യമുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെയും മറ്റ് പേര് പറഞ്ഞ് പ്രവൃത്തി അലക്ഷ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിക്കെതിരെയാണ് സമരം.